ഹലോ നമസ്കാരം, വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ക്രിസ്മസ് പരിപാടിയാണ്. ഇന്ന് ഞങ്ങൾക്ക് ക്രിസ്മസിന് വെള്ളയാണ്. എല്ലാ തവണയും ഈ റെഡ് ഇട്ട് മടുത്ത കാരണം ഞങ്ങൾ ഇന്ന് വെള്ളയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ കഴിച്ചിട്ട് പോകാം. എന്നാ ക്രിസ്മസ് പരിപാടിയാണല്ലോ, 9 മണിക്ക് തന്നെ കാരണം, അതുകൊണ്ട് നമുക്ക് നേരെ പോയേക്കാം. ആദ്യം പോയി കഴിക്കണം, കഴിച്ചിട്ട് വേണം പോകാൻ. അങ്ങനെ കഴിഞ്ഞ വർഷം കാറിലായിരുന്നെങ്കിൽ ഇന്ന് ബൈക്കിനാണ്. അപ്പം ടാറ്റാ. വീട്ടിലേക്ക് യാത്രയൊക്കെ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് പോവാം. വലിയ എക്സൈറ്റ്മെൻറ്റിലൊക്കെ ചെന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മൂഞ്ചി തിരിച്ചു വരേണ്ടി വരുമെന്നാണ് മിക്കവാറും എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഓണപ്പരിപാടി എന്ന് പറഞ്ഞ് ഏതാണ്ടൊക്കെ വ്ളോഗ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒന്നുമില്ലായിരുന്നല്ലോ. ചെന്നു പോന്നു. അപ്പം ഇനി പോയേക്കാം, സമയമില്ല. അങ്ങനെ കൃത്യം 9 മണി ആയപ്പോൾ തന്നെ ഷോറൂമിൽ വന്നു. ഇവിടെ ക്രിസ്മസ് പരിപാടിയുടെ ഒന്നും കാണുന്നൊന്നുമില്ല. അവിടെ എവിടെയൊക്കെ ആയിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുണ്ട്. വെള്ളയൊക്കെ ഇട്ട് എല്ലാവരും വെള്ളയാ, കാണാൻ രസമായിരിക്കും. ഇത് ഞങ്ങൾ ടീം ലീഡർ. നേരത്തെ പുള്ളി വേറെ അല്ല, വേറെ ഭയങ്കര നാണം എല്ലാവർക്കും. ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കണ്ടു. എന്നാ പരിപാടിയാണെങ്കിലും കണ്ണമ്മൻ വർക്ക് ചെയ്യുന്നു പറഞ്ഞാൽ വർക്ക് ചെയ്തിരിക്കും അല്ലേ? ഉച്ച കഴിഞ്ഞല്ലേ നമ്മൾ വർക്ക് ഇത് ഉച്ച കഴിഞ്ഞ പരിപാടിയുള്ളൂ. ഞങ്ങളിവിടുന്ന് ചായ കുടിക്കുകയാണ്. നിങ്ങൾ എന്നാ കളർ ഇടാന്? പുള്ളി MG ഇട്ടൊരു കളിയില്ല. കണ്ടോ തോണിച്ചേട്ടന് വെള്ളം ഇടാൻ തന്നെ. ഞാനിത് ആദ്യം പറഞ്ഞ പോലെ തന്നെ സംഭവിക്കാൻ പോകും. മറ്റേ ഓണം വ്ളോഗ് പോലെ മൂഞ്ചി പോകും. മെമ്പോൾ ഷർട്ട് വാങ്ങിക്കാൻ പോകും. വാ, പുതിയ ഷർട്ട് ഇടുമെന്ന് പറഞ്ഞാൽ മെമ്പോൾ ഇട്ടിരിക്കും. അവൻ വെള്ളയാന്നുള്ള കാര്യം അറിയാത്തോണ്ട് റെഡ് ഇട്ടോണ്ട് വന്നാ. റെഡ് ഇട്ടോണ്ട് ഇത് പഴയതാണ്. അപ്പം നമ്മൾ വൈറ്റ് മേടിക്കാൻ പോവാണ്. അവിടെ പോയി മേടിക്കും. ഞങ്ങൾ പോയി മേടിച്ചിട്ട് വരാം. എങ്ങോട്ടാ പോകുന്നത്? മാക്സിൽ പോകാം. മാക്സിൽ പോകാം. എവിടെ? ഏറ്റുമാനൂരോ? ഇവിടെ എവിടെ മാക്സ്? 104 കാരിത്താസിൻ്റെ മാത. അതാണ് ഇപ്പോഴത്തെ കാരിത്താസ്. ഓണത്തിന് നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒത്തിരി ആൾക്കാരെ റെഡി ചോദിച്ചേ ഓണപ്പരിപാടി എവിടെയെന്ന്. അതിനകത്ത് ശരിക്കും ഞാൻ കാണിക്കാത്തൊന്നുമല്ല. നീ ചോദിച്ചു നോക്ക്. ഓണത്തിന് എന്നായിരുന്നു കണ്ട പരിപാടിയൊക്കെ അല്ലേ ഉള്ളായിരുന്നു. അല്ലാതെ പരിപാടി അത് കഴിഞ്ഞ് ഓണത്തല്ലുണ്ടായിരുന്നു, അത് കാണിച്ചില്ല. അത് ചുമ്മാ തമാശ കേട്ടോ. അങ്ങോട്ടും അല്ല, വലിയ സംഭവം. ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ ഇപ്പൊ ക്രിസ്മസ് അപ്പൂപ്പൻ ട്രെയിൻ മറ്റേ ട്രെയിലറിന്റെ പുറകെ ഇരുന്ന് പോയാനെ. അങ്ങനെ ഞങ്ങൾ മാക്സിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷെ അവര് ഷർട്ടിന്റെ പകുതിയാണ് തുറന്നിട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റത്തില്ല. ഇതിനടിയിൽ കൂടെ കയറാൻ പറ്റുമോ എന്ന് നമുക്ക് ഒന്ന് ചലഞ്ച് ചെയ്ത് തരാം. ചലഞ്ച് ചെയ്തിട്ട് വരാവേ. തുറക്കാത്ത കടയിൽ വന്ന് സാധനം എടുക്കുന്ന ബിംബോളിനെ സമ്മതിക്കണത്. ഹലോ, ആരുമില്ലേ? ആരും ഇല്ലാത്ത ഷോറൂമിൽ ഞങ്ങൾ സാധനം എടുക്കാൻ ലിഫ്റ്റ് പോകാം. ഇവിടെ ചെറിയ പെട്ടമ്പളൊക്കെ ഉണ്ട്. ഇതാണ് മാക്സിലെ കളക്ഷൻസ്. ഇവിടെ ആരും ഇല്ലേ? ലൈറ്റ് ഉണ്ട്. ആരുമില്ലാത്ത ഷോറൂമിലൂടെ ഉടുപ്പ് തട്ടി ആകാം അയാൾ. ഇതുപോലെ ആരും ചെയ്യൂല്ലേ? പിന്നല്ല വേണ്ട വൈകിട്ട് ബാ. എന്നെ കണ്ടു ഗൈസ്, ഇതാണ് എൻ്റെ ഔട്ട്. സുന്ദരനല്ലേ? ഞാൻ ഇന്നലെ തന്നെത്താൻ ചെയ്ത ഇതൊക്കെ വലിയ രസമൊന്നുമില്ല. അപ്പം ഇങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കാറ്. വീഡിയോ എങ്ങനെയാണ് എടുക്കുന്നത് ചോദിക്കുന്ന ആൾക്കാരോട് ഇതിൽ തന്നെ വീഡിയോ എടുത്ത് ഇതിൽ തന്നെ എഡിറ്റ് ചെയ്ത് ഇതിൽ തന്നെ അപ്ലോഡ് ചെയ്താണ് ഇത്. കൊള്ളാലോ. ചൈനീസ് കോൾ ആകണേ നോക്കി എടുക്ക് നോക്കാം. എന്തായാലും ഒരു 10 മിനിറ്റ് സമയമുണ്ട്. എന്നാലും ഒരു ബില്ലടിച്ച് തരുമോ നമുക്ക് ആ സമയത്ത്.
നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ. അത്യാവശ്യം വിലയും വലിയ കുഴപ്പമില്ല. ആ ഇത് കൊള്ളാം. അങ്ങനെ ഷർട്ട് എടുത്തിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 2000 രൂപ ഷർട്ട്. പക്ഷെ കൊള്ളാം, വിലക്കുറവുണ്ട് അത്യാവശ്യം. 999 രൂപ. 1 രൂപ അതിൽ ബാലൻസ് തരും. 1000 രൂപയുടെ സാധനം എടുത്താൽ 1 രൂപ ഫ്രീ ആണ് സുഹൃത്തുക്കളെ. ഏതാ കൊള്ളാം കേട്ടോ. ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ച് അത്യാവശ്യം നല്ല കളക്ഷൻസ് മാക്സിൽ വന്നിട്ടുണ്ട്. ഇവരെനിക്ക് കുറച്ച് പൈസ തന്നിട്ട് എന്നെ പ്രൊമോട്ട് ചെയ്യിക്കുവാന്ന് എല്ലാവരും പറയും. എന്നെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് 100 പേര് കണ്ടിട്ട് ഇവർക്ക് എന്നെ കാണാൻ ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ പറയാമല്ലോ. നല്ല അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉള്ള ഒരു ഷോറൂം. നല്ല ഇല്ല നല്ല എടുത്തോ. പുള്ളിക്ക് ഒരു കൺഫ്യൂഷൻ, ഇനിയിപ്പം വലുതായി പോയാലും. എന്നെ കണ്ടോ സ്കിൻ ഫിറ്റൊക്കെ ഇട്ടുണ്ടോ വന്നേക്കുന്നു. ഇച്ചിരി ഓഫ് കളറാ ഇത്. ഞാൻ എൻ്റെ സേവ് ദ ഡേറ്റ് എടുക്കാൻ വേണ്ടി മേടിച്ചതാണ്. ഇന്ന് വൈറ്റ് എല്ലാവരും ഇടുന്നുണ്ട്, ലാഭിക്കാൻ വേണ്ടി ഇട്ടതാണ്. പിന്നെ വെള്ളയൊക്കെ ഇട്ട് പോകുന്നു. ഇനി തിരിച്ചു പോയേക്കാം. കുനി അടുത്ത് ഇനിയിപ്പോൾ പോയേക്കാം. അങ്ങനെ എല്ലാവരും വെള്ളയായി. ഇവിടെ ഇങ്ങനെ വട്ടമേശ സമ്മേളനമായിട്ടിരിക്കുക. അങ്ങനെ പരിപാടിയൊന്നുമില്ല. ഇവിടെ സ്പീക്കർ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ സ്പീക്കറൊന്നും എടുക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം സ്പീക്കർ എടുക്കാൻ പോയിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. കഴിഞ്ഞ പ്രാവശ്യം സ്പീക്കർ എടുക്കാൻ പോകാറുണ്ട്. ഓണത്തിന് വേറെ വീട്ടിൽ ചെന്നാ ഇവിടെ സ്പീക്കറൊന്നും ഇല്ലെന്നോ. എന്തായാലും ഞങ്ങളിതൊരു പാട്ട് പാടും. ഞങ്ങൾ 2 ഔട്ട് ബോക്സ് ഇവിടെ കോമ്പറ്റീഷൻ അടിക്കുന്നുണ്ട്, ഡിസൈർ സ്വിഫ്റ്റുമായിട്ട്. എല്ലാവരും ഡെലിവറിയും കൂടെ കൊടുത്ത് തീർത്തിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ക്രിസ്മസിൻ്റെ പരിപാടി എന്നും പറഞ്ഞാകാനായിട്ട്. സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ ഭയങ്കര മടുപ്പാണ് കേട്ടോ. പിന്നെ ഒരു കമൻറ്റ് ഞാൻ കേട്ട്, ഈ ഇട്ടാവട്ടത്ത് നിന്നുള്ള ഒരു വ്ളോഗും കാര്യങ്ങളും ആയിരിക്കും. പക്ഷെ നമുക്കങ്ങനെ പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല. ഉറപ്പായിട്ടും അടുത്ത വ്ളോഗ് ഈ ഒരു ടെറിട്ടറിയിലേ ആയിരിക്കില്ല. വൈക്കായിരിക്കില്ല, ഷോറൂം ആയിരിക്കില്ല, ഒന്നുമല്ല. നമ്മൾ പുറത്തോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് സർപ്രൈസാണ്. അത് നിങ്ങൾ കാത്തിരുന്നു. അടുത്ത വ്ളോഗ് ഷോർട്സ് അല്ല ഞാൻ പറയുന്നത്, വ്ളോഗ് നമ്മൾ ഈ സംഭവത്തിൽ നിന്നെല്ലാം മാറിയിട്ടുള്ള വ്ളോഗായിരിക്കും വരാൻ പോകുന്നത്. ഇപ്പോൾ ഇതും കൂടെ നിങ്ങളൊന്ന് സഹിക്കുക. ഇനി അടുത്ത വ്ളോഗ് എന്തായാലും നമ്മൾ ഈ ഒരു സംഭവത്തിൽ നിന്ന് മാറിയായിരിക്കും ചെയ്യുന്നത്. ഇതൊരു പരിപാടി ആയതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പം ഞങ്ങൾ ഇതൊക്കെ ഇപ്പോൾ ഒരു ഡെലിവറിയും കൂടെ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ഇവിടുത്തെ പരിപാടി, അതായത് ഒഫീഷ്യൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ക്രിസ്മസിൻ്റെ ഒരു മൂഡിലേക്ക് തന്നെ പോകാൻ പറ്റും. അപ്പോൾ എല്ലാവരും അതുകൊണ്ട് ഇവിടുത്തെ ഇങ്ങനെ സത്യം പറഞ്ഞാൽ പോസ്റ്റായിട്ട് ഇരിക്കുക. അതിനകത്ത് മടുപ്പടിക്കുന്നുണ്ടോ റോക്കി? ഒരു മടുപ്പുമില്ല. വീഡിയോ ആയതുകൊണ്ട് ചുമ്മാ കള്ളം പറയുന്നതാണ്, മനസ്സിലായല്ലോ. ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് ഇവൻ കൊച്ചിനെ എടുത്ത് കൈ അടക്കി വെച്ചേക്കുവാണ്. ഞങ്ങളെല്ലാവരും ഇതുണ്ടോ, ഇതാണ് കൊച്ചിൻ്റെ അമ്മ. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് ദൈവമേ. ഇത് ചിറ്റമ്മ ഇച്ചിരി ശരിയല്ല. നല്ല പ്രായമുണ്ട്. ചിറ്റമ്മയാണല്ലോ, 10-35 വയസ്സുണ്ട്. ഇത് കൊച്ചമ്മ. കൊച്ചാണെങ്കിൽ ആരാടാ ഇവന്മാരൊക്കെ എന്നും പറഞ്ഞ് അന്തിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അയ്യോ കരയില്ലേ. അടുത്തായിട്ട് കൊച്ചിനെ എടുക്കുന്ന പൾസർ സുനിയാണ്. സുനി തൊട്ടാ വയറല. അമ്മ അന്തിച്ച് ചെയ്യുക. കൊച്ചിനെ കിട്ടുന്നില്ല, അതിന്റെ പ്രശ്നമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചിവിടെ കൈ കുടിച്ച് മടുത്ത്. എല്ലാരും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എന്തായാലും പറയാട്ടോ. ഒന്നും പറയാല്ലേ പുള്ളിക്ക്. നമ്മൾ നമ്മുടെ ഗിഫ്റ്റും കേക്കും ഒക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. പരിപാടി ഇപ്പോഴാണ് ശരിക്കും തുടങ്ങിയത്. ഇവിടെ ചെറിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇവിടെ കേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ ഗിഫ്റ്റുമായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം ഞാനും എൻ്റെ ഗിഫ്റ്റും കേക്കുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ എന്നെ നടക്കുന്നത് കാണാം നമുക്ക്. എക്സൈറ്റഡ് ആണോ?
തീർച്ചയായിട്ടും എക്സൈറ്റഡ് ആണ്. ഇത് നമ്മുടെ ഒരു EVM ഷോറൂമിൽ നടക്കുന്ന ഒരു വലിയൊരു പരിപാടിയാണ്. അപ്പോൾ അതിനായിട്ട് ഇതാണ് ആകെപ്പാട് ഇവിടുത്തെ ക്രിസ്മസ് ആഘോഷം. എന്നാളും നമുക്ക് നോക്കാം ആർക്കൊക്കെ കിട്ടുമെന്നുള്ളത്. നിങ്ങൾ എക്സൈറ്റഡ് ആണോ? തീർച്ചയായിട്ടും എക്സൈറ്റഡ് ആണ്. എനിക്ക് അനന്തോനെ ഓക്കെ, എനിക്ക് റോക്കിനെ കിട്ടിയിരിക്കുന്നത്. എല്ലാവരും കേക്ക് മുറിയും ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്ന സംഭവമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ബിരിയാണി? കൊള്ളാം. എനിക്ക് ചെയ്യാനുണ്ട് ബിരിയാണി. കൊള്ളാം. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും